ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു API സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ജാങ്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു API ക്രിയേറ്റ് ചെയ്യാം, ഈ API എങ്ങനെ നമുക്ക് അതിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിലാണ് നമുക്കിതിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതും അതേപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെ നമുക്ക് ജാങ്കോ ഉപയോഗിച്ചിട്ടൊരു പ്രൊജക്റ്റിലേക്ക് API ആഡ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജാങ്കോ അഡ്മിൻ, അതിനുശേഷം നമുക്ക് പ്രൊജക്റ്റിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. സ്റ്റാർട്ട് പ്രൊജക്റ്റ്, ദെൻ പ്രൊജക്റ്റിൻ്റെ പേര് ഞാൻ API എക്സാമ്പിൾസ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചേഞ്ച് ഡയറക്ടറി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്റ്റിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പോൾ CD API എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റിലേക്ക് കയറി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്കിതിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ആപ്പ്, അതിനുശേഷം നമ്മൾ ആപ്പിൻ്റെ പേര് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, API എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേര് API എക്സാമ്പിൾ എന്നും അതിൽ നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേര് API എന്നുമാണ്. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ആപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു കോമ ഇടുക, അതിനുശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് API എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് URL പോയതിന് ശേഷം നമുക്ക് മെയിൻ പ്രൊജക്റ്റിലേക്ക് ആ URL ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഇൻക്ലൂഡ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് പാത്ത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഇൻക്ലൂഡ് എന്ന് ചേർത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് API ഡോട്ട് URLs എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് അതേപോലെ തന്നെ URL.py എന്ന ഭാഗം കറക്റ്റായി. ഇനി അതിനുശേഷം നമുക്ക് API എന്ന ആപ്പിൽ പോയിട്ട് വ്യൂ എന്ന ഭാഗം സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഡിഫ് മെത്തേഡിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റിക്വസ്റ്റ് എന്നും ചേർത്തു. ഒരു കോളൻ ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് റിട്ടേൺ HTTP റെസ്പോൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ഫ്രം സ്പേസ് ടു ജാങ്കോ ഡോട്ട് HTTP എന്ന് കൊടുത്തു. ഇമ്പോർട്ട് HTTP റെസ്പോൺസ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒരു മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് HTTP റെസ്പോൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ HTTP റെസ്പോൺസ് എന്ന് എഴുതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ജസ്റ്റ് ഒരു മെസ്സേജും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ വ്യൂവിൽ തുടക്കത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തു. അതിനുശേഷം നമുക്കിതിൽ URLs.py എന്നൊരു പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ URLs.py എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രം ജാങ്കോ ഡോട്ട് URLs ഇമ്പോർട്ട് പാത്ത്, അപ്പോൾ പാത്ത് എന്നുള്ളതിനെ നമ്മളിതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതേപോലെ വ്യൂവിനെയും നമുക്കിവിടെ ആഡ് ചെയ്യാം. ഫ്രം ഡോട്ട് ഇമ്പോർട്ട് വ്യൂസ് എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ URL പാറ്റേൺ എന്ന് ചേർത്ത് കൊടുത്തു. URL പാറ്റേൺസ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, അതിനുശേഷം നമ്മളിവിടെ വന്ന് പാത്ത് എന്നിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ കൊട്ടേഷൻ ഇട്ടു. അതിനുശേഷം ഇവിടെ വന്ന് വ്യൂസ് ഡോട്ട് ഇൻഡെക്സ്, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ഇതിനൊരു നെയിം കൂടി കൊടുക്കാം. നെയിം എന്നുള്ളത് ഞാനിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് എന്നും ചേർത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ ഇവിടെ വന്ന് പൈത്തൺ 3 ഡോട്ട് manage.py റൺ സെർവർ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണായി വരുന്നത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ റണ്ണായിട്ടുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് സ്ക്രീനിൽ ആൻസർ ലഭിക്കണമെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, ഇതുവരെ കൊടുത്ത എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതിലൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ മോഡൽസ് എന്നുള്ള ഭാഗത്ത് പോവാം. ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് കളയുന്നുണ്ട്. ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മോഡലിൻ്റെ പേര് നമ്മൾ സ്റ്റുഡൻറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽസ് ഡോട്ട് മോഡൽ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡുകൾ ചേർക്കാം. ആദ്യം ഞാനിവിടെ വന്ന് നെയിം എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ്, നമുക്ക് മാക്സ് ലെങ്ത് എന്നുള്ളത് ഒരു 100 കൊടുക്കുക, 100 അക്ഷരം വരെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ. അതേപോലെ തന്നെ അടുത്തത് ഞാനിവിടെ വന്ന് അഡ്രസ്സ് എന്ന് ചേർത്ത് കൊടുത്തു. അത് ഞാനിവിടെ വന്ന് മോഡൽസ് ഡോട്ട് ടെക്സ്റ്റ് ഫീൽഡായിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് ഞാനൊരു മാക്സ് ലെങ്ത്ത് ഒരു 200 ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോൺ എന്നാണ് ചേർത്ത് കൊടുക്കണം, ഫോൺ എന്നിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽസ് ഡോട്ട് ക്യാർ ഫീൽഡ് തന്നെ ചേർത്തു. നമുക്കതിൻ്റെ മാക്സ് ലെങ്ത്ത് എന്നുള്ളത് 12 എന്നും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് str വീണ്ടും അണ്ടർസ്കോർ ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് സെൽഫ് എന്ന് ചേർത്തു. അതിനുശേഷം കോളൻ റിട്ടേൺ. അതിനുശേഷം നമുക്കിവിടെ വന്ന് സെൽഫ് ഡോട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് നെയിം എന്ന് ചേർത്തു. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ മോഡൽ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മേക്ക് മൈഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ ചെയ്യാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് മൈഗ്രേഷൻ ആൻഡ് മൈഗ്രേഷൻ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊരു അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ് മേക്ക് മൈഗ്രേഷൻസ് എന്ന് ചേർത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൈഗ്രേറ്റ് കൊടുത്തിട്ട് ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് മേക്ക് മൈഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മോഡലും അതേപോലെ തന്നെ ഇതിൽ ഡിഫാൾട്ടായിട്ട് വേണ്ട കുറച്ച് മോഡൽസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് py സ്പേസ് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റർ അടിക്കാം. ദെൻ നമുക്ക് യൂസറിൻ്റെ പേര് ചേർക്കാം. ഞാനിവിടെ വന്ന് അഡ്മിൻ എന്ന് ചേർത്തു. ഇമെയിൽ ID കൊടുക്കണില്ല. പാസ്വേഡ് എന്നുള്ളത് 123 കൊടുത്തു. എഗെയിൻ ആ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്ത് എഴുതി. പാസ്വേഡ് നമുക്ക് വീക്കായിട്ടുള്ള പാസ്വേഡിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, y എന്ന് ചേർത്ത് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമുള്ള സൂപ്പർ യൂസറെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് നേരെ എന്ത് ചെയ്യാം, നമുക്ക് അഡ്മിൻ എന്ന പേജിലേക്ക് പോവാം. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ദെൻ ഇവിടെ വന്ന് ഫ്രം ഡോട്ട്, അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽ ഡോട്ട് ഇമ്പോർട്ട്, അതിനുശേഷം ആ മോഡലിൻ്റെ പേര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ, അതിനുശേഷം നമ്മൾ ആ മോഡലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, സ്റ്റുഡൻറ്റ് എന്നുള്ള പേരും ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഇതിലേക്ക് ആവശ്യമുള്ള റെസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സെർച്ച് റിസൾട്ടിൽ അതിലോ ഒഫീഷ്യൽ സൈറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിപ്പ് ഇൻസ്റ്റാൾ, അതിനുശേഷം ഇൻസ്റ്റാൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനതിവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫ്രെയിം വർക്ക് ഇതിലേക്ക് അല്ലെങ്കിൽ ഈ ലൈബ്രറി ഇതിലേക്ക് ഇൻസ്റ്റാളായി വരൂ. ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് പോവുക. ഓക്കെ, സെറ്റിങ്സ് എന്നുള്ള ഭാഗം ഈ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം ഇൻസ്റ്റാൾഡ് ആപ്പ്, അതിൽ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആപ്പ് അവിടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ലൈബ്രറിൻ്റെ പേര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. റെസ്റ്റ് ഫ്രെയിംവർക്കാണ്. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ഈ ഫ്രെയിംവർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത്
എന്ത് ചെയ്യാം, ഇതിലൊരു പുതിയൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ URLs എന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ ഈ ഫയലിൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സീരിയലൈസേഴ്സ് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ആ ഫയലിൻ്റെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. serializers.py എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളിവിടെ വന്ന് ഫ്രം, അതിനുശേഷം നമ്മൾ സ്പേസ് ഇടുക, എന്നിട്ട് ഫ്രം, അതിനുശേഷം നമ്മൾ റെസ്റ്റ് ഫ്രെയിം വർക്ക് എന്നുള്ളതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് ഫ്രെയിം വർക്ക് എന്ന് ചേർത്തു. ഓക്കെ, നമുക്കിവിടെ സജസ്റ്റ് ചെയ്ത് തരും റെസ്റ്റ് ഫ്രെയിം വർക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് എന്നുള്ള സീരിയലൈസേഴ്സിനെ നമുക്കിതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ മോഡലിനെയും ഇതിലേക്ക് കൊടുക്കാം. ആ മോഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ API ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്, ആ മോഡലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ പേര് ചേർത്തു. അതിനുശേഷം നമുക്കിവിടെ വന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്റ് സീരിയലൈസർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സീരിയലൈസേഴ്സ് എന്ന് ചേർത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ ഇൻസ്റ്റാൾ ചെയ്ത സീരിയലൈസർ എന്നും മോഡൽ സീരിയലൈസർ എന്നും നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തു. ഒരു കോളൻ ഇടുക. ഇനി ക്ലാസ്മേറ്റ എന്ന് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡിഫാൾട്ടായിട്ടൊരു ക്ലാസ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ സീരിയലൈസറോ അല്ലെങ്കിൽ ഫോമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്മേറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്മേറ്റ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ആദ്യം നമ്മളിവിടെ വന്ന് മോഡൽ എന്ന് ചേർത്തതിന് ശേഷം നമ്മളെ മോഡലിൻ്റെ പേരെന്താണോ അത് ചേർത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ഫീൽഡാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഫീൽഡ് എന്നും ചേർത്ത് കൊടുത്തു. ഫീൽഡ്സ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, അതിനുശേഷം നമ്മളൊരു സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ID എന്നും കോമട്ടതിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത ഫീൽഡായ നെയിം എന്നും, അതായത് നമ്മൾ ആ മോഡലിലുള്ള ആ ഫീൽഡുകളാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ഒരു കോമട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് അഡ്രസ്സ് എന്നും, അതിനുശേഷം ഒരു കോമട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, ഫോൺ എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീരിയലൈസറിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മളെ വ്യൂസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്തു, വ്യൂസ് എന്നുള്ളത് ഓപ്പൺ ചെയ്തു. വ്യൂസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ഡോട്ട് മോഡൽസ്, അതിനുശേഷം ഇമ്പോർട്ട്, ആ മോഡലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫ്രം ഡോട്ട് സീരിയലൈസർ, അതിനുശേഷം ഇമ്പോർട്ട്, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് സീരിയലൈസർ എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സ്റ്റുഡൻറ്റ്സ്. ഇത് നമുക്ക് മോഡൽ എന്നുള്ള ഡാറ്റാസുകളൊക്കെ ഫെച്ച് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡലിൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ, എല്ലാ ഡാറ്റാസും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സീരിയലൈസറിന് വേണ്ടിയിട്ടൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്ന് സീരിയലൈസർ എന്നും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് സീരിയലൈസർ, ഓക്കെ, സീരിയലൈസർ എന്നും ചേർത്തു. എന്നിട്ടൊരു ഈക്വൽ ടു ഇടുക. എന്നിട്ട് നമ്മൾ സീരിയലൈസറിൻ്റെ പേര് കൊടുത്തു, സ്റ്റുഡൻറ്റ് സീരിയലൈസർ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക്, അതായത് ഇപ്പം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത APIയിലേക്ക് വേണ്ട ഡാറ്റാസ് എന്നുള്ളത് നമുക്ക് ഏതെല്ലാം ഡാറ്റാസാണ് വേണ്ടത്, സ്റ്റുഡൻറ്റ്സ് എന്നുള്ള നമ്മൾ ആ ഫെച്ച് ചെയ്ത ഡാറ്റാസാണ് ഇതിലേക്ക് വേണ്ടത്. പിന്നെ ഇവിടെ വന്ന് ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് മെനി എന്നുള്ളിടത്ത് ട്രൂ എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, മെനി എന്നിട്ട് കൊടുക്കുക. അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ട്രൂ എന്ന് ചേർത്തു. ഈ മെനി എന്ന് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു സീരിയലൈസർ ചിലപ്പോൾ ലിസ്റ്റിലായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും, ചിലപ്പോൾ ഡിക്ഷണറിയിലായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ അത് നമ്മൾ മെനി എന്നുള്ളത് ഫാൾസാണ് കൊടുക്കുകയാണെങ്കിൽ, ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ലിസ്റ്റത്തെ ഡാറ്റാസ് മാത്രവും, അതേപോലെ തന്നെ ഡിക്ഷണറി കൊടുക്കുകയാണെങ്കിൽ ഡിക്ഷണറിത്തെ ഡാറ്റാസ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. എന്നാൽ മെനി ട്രൂ കൊടുക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ആണെങ്കിലും, അതായത് ലിസ്റ്റ് ആണെങ്കിലും ഡിക്ഷണറി ആണെങ്കിലും ടപ്പിൾസ് ആണെങ്കിലും അതിലൊക്കെ ഡാറ്റാസ് നമുക്ക് സീരിയലൈസറിലേക്കായിട്ട് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മെനി എന്നുള്ളത് ട്രൂ ആക്കി കൊടുക്കുന്നത്.
ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്കിവിടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നമ്മൾ HTTP റെസ്പോൺസിന് പകരം നമുക്ക് JSON റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ്, JSON റെസ്പോൺസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം റിട്ടേൺ JSON റെസ്പോൺസ് എന്നിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് സീരിയലൈസർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ യൂസ് ചെയ്ത ഈ വേരിയബിളിൻ്റെ പേരാണ് സീരിയലൈസർ. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. സീരിയലൈസർ. അതിനുശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, ഡോട്ട് ഡാറ്റ, അതിലുള്ള ഡാറ്റാസാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ സേഫ് ഫാൾസ് എന്നും ചേർത്ത് കൊടുത്തു. സേഫ് ഫാൾസ് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, സേഫ് ഫാൾസ് ഒന്നും നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം എന്താണ് ആൻസർ കിട്ടണേന്ന്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ ആൻസറൊന്നും വരില്ല, കാരണം നമ്മൾ ഡാറ്റാബേസിലേക്ക് ഡാറ്റാസുകളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നാലും നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം എന്താണ് സ്ക്രീനിൽ ആൻസർ ലഭിക്കണമെന്ന്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഈ ഡിക്ഷണറി ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് ഒന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല, കാരണം നമ്മൾ അതിലേക്ക് ഡാറ്റാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഡാറ്റ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഡാറ്റ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അഡ്മിൻ പേജിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ സൈറ്റ് അഡ്രസ്സ് /admin എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ പേജ് ഓപ്പൺ ചെയ്തു. നമുക്കിതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടൊന്ന് ലോഗിൻ ചെയ്യാം. അപ്പോൾ ആ പേജ് നമുക്കിവിടെ ലോഗിൻ ആയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റുഡൻറ്റിലേക്ക് നമുക്കൊരു പേര് നമുക്ക് ചെയ്യാം. ഒന്ന് ആഡിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്തു. അഡ്രസ്സ് ഏതാണോ വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫോൺ നമ്പർ ഏതാണോ അത് നമുക്കിവിടെ ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ജസ്റ്റ് സേവ് ചെയ്തു. അപ്പോൾ ഒരു ഡാറ്റാസ് ആഡ് ചെയ്തു. എഗെയിൻ ഒരു ഡാറ്റ കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വേറൊരു ഡാറ്റ കൂടി ഇവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഞാനിവിടെ വന്ന് വേറൊരു അഡ്രസ്സ് കൂടി ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സേവിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ 2 പേരാണ് കൊടുത്തത്. ഇനി ഇത് ഒന്ന് റീലോഡ് ചെയ്യുമ്പോൾ നോക്കൂ, നമ്മൾ ആ കൊടുത്ത പേരുകൾ നമുക്ക് ഈ രൂപത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ID എന്നുള്ളത് ഇവിടെ ഡിഫാൾട്ടായിട്ട് വരും, നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അത് ഡിഫാൾട്ടായിട്ട് തന്നെ വരും. അപ്പോൾ ഒന്നാമത്തെ ഡാറ്റാസും അതേപോലെ തന്നെ രണ്ടാമത്തെ ഡാറ്റാസും നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെ നമുക്കൊരു API ഉപയോഗിച്ചിട്ടുള്ളൊരു ഡാറ്റാസ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാമെന്നും അതെങ്ങനെ നമ്മളെ പ്രോഗ്രാമിൽ ആഡ് ചെയ്തിട്ട് നമുക്കത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്കിതിലേക്ക് ഡാറ്റാസ് മാനുവലായിട്ട് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതും എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.